പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ മാസത്തിലുള്ള അവസാന ദിവസങ്ങൾ നടക്കുന്ന ബുധനാഴ്ചകളിലാണ് സാധാരണ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. എന്നാൽ ഇന്ന് ഈ മാസത്തിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ശനിയാഴ്ച നടക്കുന്നു. ഈ 11-ാം മാസം 2025 11-ാം മാസം 29-ാം തീയതി നാം ഒന്നിച്ച് ഉപവസിക്കുവാൻ കൂടി വന്നു. 10 മണിക്കാണ് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. 5 മണി വരെയാണ് നാം പറഞ്ഞിരിക്കുന്ന സമയം. ഇതുവരെയും ഉള്ള സമയങ്ങളിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച വേദനയോടെ ആയിരുന്ന, മറുപടി കിട്ടാൻ സാധ്യതയില്ല എന്ന് നമ്മൾ വിചാരിച്ച ആ വിഷയങ്ങൾക്കൊക്കെ ദൈവം മറുപടി തന്ന സാധ്യങ്ങളെ സാധ്യമാക്കി തീർത്ത ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും വിഷയങ്ങൾക്ക് മറുപടി നൽകും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടും പ്രത്യാശയോടും ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന പകൽ സമയം നാം ഒന്നിച്ച ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അല്പസമയ വേദ പുസ്തക ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിൻ്റെ ആധികാരികതയിൽ നിന്ന് ചില വചനങ്ങളെ ഒന്നിച്ച് ചിന്തിച്ച് കർത്താവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ മാസം നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ ഈ ദിവസങ്ങൾ ചെയ്ത എല്ലാ ഉപകാരത്തിനായ സ്തോത്രം. ഈ വർഷത്തിന് ഒരു മാസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പായി നാം ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം സഹായിക്കട്ടെ. ആരെയും ദൈവം നിരാശപ്പെടുത്തത്തില്ല. പന്തിയിലിരിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ദൈവമാണ്. തീർന്നു പോയെന്ന് പറയത്തില്ല. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പന്തിയിലിരിക്കുന്ന നമ്മളെല്ലാം ദൈവസേനയിൽ ഇരിക്കുകയാണ് ആഹാരത്തിന് വേണ്ടി. കർത്താവ് മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല, അവൻ എല്ലാവർക്കും നൽകുന്നവനാണ്. അതുകൊണ്ടിന്ന് പകൽ സമയം വിശ്വാസമായിരിക്കും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. അവൻ എന്നെ വെറും കൈയോടെ അയക്കത്തില്ല. എൻ്റെ ആവശ്യങ്ങളെ പരിഹരിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും നാം ദൈവസന്നിധിയിൽ അനുസരണയിലിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വൻ കാര്യങ്ങളെ, വൻ സാക്ഷ്യങ്ങളെ പ്രസ്താവിപ്പാൻ ഈ വർഷം ചെയ്തതിനു മുമ്പായി ദൈവം ചെയ്യാൻ പോകുന്ന വലിയ സാക്ഷ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമുക്ക് അറിയാവുന്ന വാക്യമാണ്. എൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുന്നു. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഏറ്റവും സന്തോഷകരമായ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. 28-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ടാണ്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അവരോടുള്ള ദൂത് അറിയിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 28-ാം അധ്യായം 14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങളാണ്. എന്നാൽ 15 വാക്യങ്ങൾ അനുസരിച്ച് നടക്കാഞ്ഞാൽ ഉണ്ടാകാവുന്ന വിഷമകരമായ, ദോഷകരമായ ഭാഗങ്ങളെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സേവിച്ച് നടന്നാൽ, അനുസരിച്ച് നടന്നാലുള്ള കാര്യങ്ങളെക്കുറിച്ച് 28-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് നടന്നാൽ എന്തെല്ലാം ആയിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനമായി വന്നിരിക്കുന്ന വചനമാണ്. ഇത് പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് അനുഗ്രഹ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ദൈവം സൈന്യത്തോട് വാഗ്ദത്തം ചെയ്യുന്ന വചനത്തിൻ്റെ അവസാന ഭാഗമാണ്. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ദൈവത്തെ അനുസരിച്ച് ദൈവകൽപ്പനകളെ നാം പ്രമാണിച്ച് നടന്നാൽ ദൈവം പറയുന്നത് യഹോവ നിന്നെ ഭൂമിയിലെ സർവ്വ ജാതികൾക്കും മീതെ ഉന്നതമാക്കുന്നതാണ്. അപ്പോൾ ദൈവം വെറുതെ പറയുന്ന ദൈവമല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം അതുപോലെ തന്നെ നിവർത്തിയിരിക്കപ്പെടും. ഉയർച്ചയും താഴ്ചയും പ്രാപിക്കാനുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ഇരിക്കും നമ്മുടെ കയ്യിലാണ്. നമുക്ക് വേണമെങ്കിൽ ഉയർച്ച പ്രാപിക്കാം, നമുക്ക് വേണമെങ്കിൽ താഴ്ച പ്രാപിക്കാം. അതിന് വേറെ ആരുമല്ല അതിൻ്റെ കാരണക്കാരൻ. എനിക്ക് ഉയർച്ച പ്രാപിക്കണമെങ്കിൽ നിശ്ചയമായിട്ട് എനിക്ക് ഉയർച്ച പ്രാപിക്കാൻ സാധിക്കും. ഞാൻ താഴ്ന്നു പോകണമെങ്കിൽ അതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പലപ്പോഴും പലരെയും കുറ്റപ്പെടുത്താറുണ്ട്. ഇന്നയാൾ മുഖാന്തരമാണ് എനിക്ക് ഉയരാൻ കഴിയാത്തത്, എനിക്ക് വളരാൻ കഴിയാത്തത്, എനിക്ക് അങ്ങനെയുള്ള വിഷയം ഉണ്ടാകാം നമ്മൾ പറയും. പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതികൂലമായാലും ദൈവം പറയും, നീ ദൈവം അനുസരിച്ച് നടന്നോ, നിന്നെ തക്ക സമയത്ത് ഞാൻ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രാരംഭത്തിൽ തന്നെ
ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നടന്നിട്ട് നാം ഒരു നാളും എന്നും താഴ്ന്നിരിപ്പാൻ നിന്ദിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നമ്മെ ഉയർത്താമെന്ന് പറഞ്ഞ കർത്താവ് നമ്മെ ഉയർത്തും, നമ്മളെ ആദരിക്കും, ദൈവം നമ്മളെ ഉയർത്തും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാര്യമിരിക്കുന്നത് നമ്മളിലാണ്. നമ്മുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ ആശ്രയിച്ച് മാത്രം നടന്നാൽ മതി, ബാക്കിയാൽ ദൈവം ചെയ്തോളൂ. ദൈവം പറഞ്ഞു, നീ എന്നെ മറന്നിട്ട് എന്തെല്ലാം ചെയ്താലും അതൊന്നും ഗുണപ്പെടുകയില്ല എന്നാണ് ദൈവസായനോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ചില വിഷയങ്ങൾ ദൈവം തന്നെ നമ്മളെ താഴ്ത്താറുണ്ട്. ദൈവം നമ്മളെ അറിഞ്ഞുകൊണ്ട് താഴ്ത്തുന്നതാണ്. അത് അനുഗ്രഹത്തിൻ്റെ താഴ്ത്തലാണ് ദൈവം നമ്മളെ അറിഞ്ഞുകൊണ്ട് താഴ്ത്തുന്നത്. ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ചില താഴ്ചയുണ്ട്. അത് ദൈവത്താൽ, അത് ദൈവത്തിന് ചില കാര്യങ്ങൾ അത് മുഖാന്തരമായി നേടിയെടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ താഴ്ത്തുന്നത്. ഞാൻ അതിലേക്ക് വരാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്നത് കൊണ്ട് ഇത് ശരിയായിട്ടുണ്ടോ, ഇതിന് തെളിവുണ്ടോ എന്നുള്ളത് നമുക്ക് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ആലോചന കേട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ 2 കൂട്ടരാണ് അവിടെ. നമുക്കറിയാം, ഇസ്രായേൽ ശലോമോന് ശേഷം ആ രഗബിയാമിൻ്റെ കാലത്ത് 10ഉം 2 ഗോത്രങ്ങളായിട്ട് വേർതിരിയപ്പെട്ടു. അപ്പോൾ ഇവര് ഇസ്രായേലിൻ്റെ സന്തതിയാണ്, യാക്കോബിൻ്റെ സന്തതികളാണ്. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഈ ഇസ്രായേലിൻ്റെ മേൽ വന്നു ഭവിക്കുന്നതായിട്ട് നമുക്കവിടെ ഈ സന്ദേശം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചരിത്രമാണിത്. 2 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഇസ്രായേലിലേക്ക് ആ കാലത്ത് താഴ്ച വന്നു. യഹൂദരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് ജയം പ്രാപിച്ചു. ഒരു മക്കളുടെ തലമുറകളാണ്, യാക്കോബിന്റെ സന്തതിയാണ്. യാക്കോബിന്റെ പേരിൽ ഇസ്രായേൽ അറിയപ്പെടുമ്പോൾ യഹൂദ മാറി, യഹൂദയും ബിന്യാമീനും മാറി നിൽക്കുകയാണ്. ഇവിടെ 10 ഗോത്രങ്ങൾ പ്രബലരാണ്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ വന്നു, താഴ്ച പ്രാപിച്ചു, അവർ താഴ്ന്നു പോയി. എന്നാൽ 2 ഗോത്രം മാത്രമുണ്ടായിരുന്ന ദൈവത്തെ സ്തുതിക്കുന്ന യഹൂദ താഴ്ചയല്ല പ്രാപിച്ചത്, അവൻ ഉയർച്ച പ്രാപിച്ചു, ജയം പ്രാപിച്ചു. അപ്പോൾ ഈ ദൈവവചനം പറഞ്ഞിരിക്കുന്ന സന്ദേശം ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ചുള്ള ഒരു സന്ദേശമാണ്. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ മോശ മുഖാന്തരം ദൈവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കേൾക്കുന്ന 12 ഗോത്രങ്ങളോ കേൾക്കുന്നത്, 12 ഗോത്രം ഒരുപോലെ കേൾക്കുന്നവരാണ്. എന്നാൽ എന്ത് സംഭവിച്ചു ഈ ഇസ്രായേലിന്? എന്നാൽ എന്തുകൊണ്ടാണ് യഹൂദയ്ക്ക് ജയം ലഭിപ്പാൻ അല്ലെങ്കിൽ ഉയർച്ച പ്രാപിപ്പാൻ കാരണമായി തീർന്നത്? അതിൻ്റെ പ്രധാന കാരണം ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ താഴു പോകാതിരിക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അധികം ഒന്നും ഞാൻ സംസാരിക്കേണ്ട, നിങ്ങളത് ചിന്തിക്കുകയും വേണ്ട. നാം താണു പോകാതിരിക്കാൻ വേണ്ടി, ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണെന്നറിയാമോ? നമ്മളെന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പറയുന്ന ദൈവം അനുസരിച്ചാൽ മതി. അതല്ല അത് നമ്മൾ അനുസരിക്കണമെങ്കിൽ, നാം ദൈവവചനത്തെ അനുസരിക്കണമെങ്കിൽ അതിന് കാരണമുണ്ട്, അതിനൊരു കാര്യമുണ്ട്. ഒരു അടിസ്ഥാനപരമായി ഒറ്റമൂലിയായിട്ട് ഞാൻ പറയാം. ഒറ്റമൂലി അത്രയേ ഉള്ളൂ. ദൈവസന്നിധിയിൽ നാം തന്നെ താഴ്ത്തിയാൽ മതി, നാം ഉയർച്ച പ്രാപിക്കും. അപ്പം താണു പോകാതിരിക്കാൻ വേണ്ടി ഏത് വിഷയം വരട്ടെ, നമുക്ക് അനുകൂലമായി നമ്മൾ ചെയ്തോ പ്രതികൂലമായ വിഷയമാകട്ടെ, എന്തുമാകട്ടെ, നാം തെറ്റ് ചെയ്തതാകട്ടെ, നീതിയുള്ളതാകട്ടെ, ഏത് വിഷയമാകട്ടെ, എന്ത് വിഷയം വന്നാലും നമ്മൾ നീതി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉയരാൻ പാടില്ല. എൻ്റെ ഭാഗത്ത് അത് നീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉയരാൻ പാടില്ല. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിലും നാം ഉപദ്രവിക്കപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് ചെയ്താൽ മതി. ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരുന്നു കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തിയാൽ നാം ജയം പ്രാപിക്കും.
ഇവിടെ പശ്ചാത്തലം പഠിക്കുമ്പോൾ ഇപ്പോൾ ഇത് മനസ്സിലായില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളൊന്നും ചെയ്യണ്ട, അത്രയും ചെയ്താൽ മതി. തന്നെത്താൻ ദൈവസന്നിധിയെ താഴ്ത്തി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നീതിയിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുമായിരിക്കും. അതെല്ലാം മാറ്റിവെച്ചിട്ട് പറയണം, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തെ അറിയുന്നു. എൻ്റെ ജീവിതത്തിൽ ന്യായീകരിക്കാവുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിലും കർത്താവേ, എവിടെയോ മറഞ്ഞു കിടക്കുന്ന ചില തെറ്റുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ തോന്നണമേ. അങ്ങേക്ക് കർത്താവ്, എനിക്ക് മറവായിരിക്കുന്നത് അങ്ങേക്ക് അറിയാമല്ലോ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മറവായിട്ടുണ്ടെങ്കിൽ അതിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ വീണ് കിടക്കണം. ദൈവസന്നിധിയിൽ നാം നമ്മളെ തന്നെ സമർപ്പിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നാം ആരും അങ്ങനെ ആശ്രയിക്കത്തില്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിക്കുക. അത് മാനുഷികമാണ്. കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്തു. കർത്താവ് പറഞ്ഞ് അത് ചെയ്യുന്നല്ല പറഞ്ഞു. പക്ഷേ പ്രാർത്ഥനയോടെ ചെയ്യാവുള്ളന്നേ ഉള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്തെന്നല്ല. കർത്താവ് നിങ്ങളെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ കർത്താവ് അറിയാം, അവൻ്റെ അടുത്ത് വരുമെന്നറിയാം. സാധ്യമായ കാര്യങ്ങളുമായിട്ട് നമ്മളങ്ങ് പോകും, അല്ലേ? അസാധ്യമായ കാര്യങ്ങളുമായിട്ടല്ലേ നമ്മൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉപവാസത്തിന് വരുന്നത്, പ്രാർത്ഥനയ്ക്ക് വരുന്നത്. സാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ? അസാധ്യമായ കാര്യങ്ങളാണെങ്കിൽ നാം അതിനെക്കുറിച്ച് കൂടുതൽ നാം ചിന്തിക്കത്തില്ല. എന്നാൽ അസാധ്യമായ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഏതായാലും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യകരമായ കാര്യമാണ്. നമുക്കറിയാം, ദൈവസന്നിധിയിൽ കരഞ്ഞാൽ അവൻ ഒരു നാളും നമ്മളെ എന്ത് ചെയ്യത്തില്ല, നമ്മളെയല്ല കൈവിടത്തില്ല. അവൻ നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളോട് മനസ്സലിയുന്ന ദൈവമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ആര് താഴ്ത്തിയാലും ദൈവം അത് നീതിയായി കണക്കിടും. ഇപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന ഇനി 1 മാസം കൂടിയുള്ളൂ നമുക്ക് ഈ വർഷം തീരാനായിട്ട്. നമ്മൾ സ്വയമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് നമ്മളെ തന്നെ, അത് നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ വരുമ്പോൾ നാം ദൈവത്തിൽ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കണം സാധ്യമായ കാര്യങ്ങളിലും ദൈവാശ്രയം എന്നുള്ളത്. ഇവിടെ ഇസ്രായേലിനോട് പറഞ്ഞ 12 ഗോത്രങ്ങളോട് പറഞ്ഞ ദൂതുകളാണ്. പക്ഷെ ഇവിടെ 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നത് അവരിൽ പ്രബലപ്പെട്ട 10 ഗോത്രങ്ങൾക്ക് താഴ്ച വന്നെന്നാണ് പറഞ്ഞത്. എന്നാൽ മൈനോറിറ്റി ആയിരിക്കുന്ന 2 ഗോത്രങ്ങൾ അവർക്ക് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു. ഇവർ മിടുക്കരോ നല്ലവരായതുകൊണ്ടല്ല. നമ്മൾ വിചാരിക്കരുത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല ദൈവത്തിന് കാണുന്നത്, പ്രിയപ്പെട്ടവരെ. അല്ല, നമ്മളെ ദൈവം താഴ്ത്തിയതാ. അല്ലെങ്കിൽ നമ്മൾ ആരും താഴത്തില്ല. ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിനറിയാൻ ഞാൻ താഴത്തില്ലെന്നുള്ളത്. അപ്പോൾ ദൈവത്തിന് അറിയാൻ എങ്ങനെ താഴ്ത്തണം എന്നുള്ളത്. അപ്പോൾ ഇവര് ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം കണ്ടു. ദൈവത്തിന് ഇസ്രായേൽ മുഴുവനും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടു പറഞ്ഞത്, ഇസ്ഹാക്കിനോട് പറഞ്ഞ വാഗ്ദത്തം, യാക്കോബോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മളെ ചില സ്ഥലങ്ങളിൽ താഴ്ത്തുന്നതാണ്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി. ഇവിടെ ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. ഇതാണ് അതിൻ്റെ 13-ാം അധ്യായം. ജെരബ്യാം രാജാവിൻ്റെ 18-ാം ആണ്ടിൽ അബിയാവ് യഹൂദയിൽ രാജാവായി. അവൻ 3 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് മഹായ എന്ന പേർ. അവൾ ഗിബേക്കനായ ഊരിയേലിൻ്റെ മകൾ. അബിയാവിനും യെരബ്യാമിനും തമ്മിൽ യുദ്ധമുണ്ടായി. യുദ്ധമുണ്ടായപ്പോൾ അബിയാവ് 4 ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരമായുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി. യെരബ്യാമോ അവൻ്റെ നേരെ 8 ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി. ഇത് കണ്ടപ്പോൾ ഈ ആദ്യം അബിയാവ് യുദ്ധം ചെയ്ത് ജയിക്കാനാണ് വിചാരിച്ചത്. നമ്മളെപ്പോലെയൊക്കെയാണ്, എൻ്റെ സ്വന്തം കഴിവിലങ്ങ് ജയിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവൻ്റെ പ്രതിയോഗി ഉയർത്തിയത് 8 ലക്ഷമാണ്. 4 ലക്ഷത്തെ ഇവൻ അണിനിരത്തിയപ്പോൾ മറുഭാഗത്ത് യെരബ്യാം കൊണ്ടുവന്ന എത്ര പേരെയാ? 8 ലക്ഷത്തെയാ. ഇത് കണ്ടപ്പോൾ ഈ ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോന്റെ മകനായ രഹബ്യാമിന്റെ മകനായിരിക്കുന്ന ഈ പറയുന്ന അബിയാവിന് കാര്യം ഞാൻ വിചാരിച്ചത് അതെങ്ങനെ ആണെന്ന്. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവൻ, യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഇവൻ ഇത്രയും പേരെ കണ്ട് മനസ്സിലായി യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായി.
അപ്പോൾ അവന് പിതാക്കന്മാർ ആശ്രയിച്ചു വന്ന ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, യുദ്ധമുണ്ടായപ്പോൾ ഇവൻ ആദ്യം പ്രാർത്ഥിച്ചില്ല, ആദ്യം ഉപവസിച്ചില്ല, താഴ്ത്തിയില്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മളത് നോക്കും. നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മളും പരിശ്രമിച്ചു നോക്കും. താഴ്ത്തത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ഉപവസിക്കത്തില്ല, ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നമ്മുടെ കഴിവിനും ബുദ്ധിക്കും ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഇവൻ 4 ലക്ഷത്തെ അണിനിരത്തിയപ്പോൾ മറുഭാഗത്ത് 8 ലക്ഷത്തെ അണിനിരത്തി കണ്ടപ്പോൾ അബിയാവിൻ്റെ ഹൃദയം പഠിച്ചുപോയി. മനസ്സിലായി, ഞാൻ അണിനിരത്തിയത് കൊണ്ട് ജയിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അബിയാവ് അബ്രഹാം സന്തതിയിൽപ്പെട്ട ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട അബിയാവിന് മനസ്സിലായി, ഇതിൽ ജയിക്കണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, ദൈവസന്നിധിയിൽ താഴ്ത്തിയാലേ ജയമുണ്ടാകുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ എന്ത് ചെയ്തത്, ദൈവത്തിനടുത്തത്. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ 4 ലക്ഷത്തിന് ഉള്ള ഒരു സംഖ്യയാണ് ഈ യൊരോബെയാം ഇവൻ നേരെ എതിർത്തിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ഇവർ തമ്മിൽ ഈ പറയുന്ന അബിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആരാണെന്ന് പോകത്തില്ല. യുദ്ധത്തിന് വേണ്ടി നിന്നേ ഉള്ളൂ. ഇങ്ങനെയല്ലേ പലപ്പോഴും നമ്മൾ ഇന്ന് ഈ പരസ്യം ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ അല്ലേ? ശരിയല്ലേ? നമ്മൾ വിഷയത്തെ കാണുമ്പോൾ നമുക്കിത് പരിഹരിക്കാം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അത് നമ്മുടെ കഴിവിനപ്പുറമായി കൈവിടപ്പെട്ടു പോകുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് അല്ലേ? ദൈവത്തിൽ നാം ആശ്രയിക്കുന്നത്. ഇന്ന് പകൽ സമയം ദൈവം നമ്മോട് സംസാരിക്കുക, നമ്മോട് ഇടപെടുക. കുഞ്ഞെ, നിന്റെ വിഷയം വല്ലാതെ പ്രതിസന്ധിയായി പോകുമ്പോഴല്ല നീ അതിലാശ്രയിച്ച കുഴപ്പമില്ല. പക്ഷേ നിനക്ക് പറ്റുന്ന സമയത്തും ഏത് കാര്യം ചിന്തിക്കുമ്പോഴും ഹൃദയത്തിൽ എന്നെ നനച്ചോളണം. നിന്റെ പ്രവൃത്തിയെ ദൈവത്തിൽ പരമേൽപ്പിക്കണം. എന്നാൽ അത് സാധ്യമാകുമെന്നാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ഈ അബിയാവേ, നീ ഈ യൊരോബെയാം ഉയർത്തിയ 8 ലക്ഷം ആൾക്കാരെ കണ്ടപ്പോഴാ നിന്റെ മനസ്സ് കുലുങ്ങിപ്പോയത്, വേദനപ്പെട്ടു പോയത്. ഏതായാലും അവന് കാര്യം മനസ്സിലായി, പരാജയപ്പെട്ടു പോകും, നശിച്ചു പോകും, ഇല്ലാതായിത്തീരും, താനും തൻ്റെ രാഷ്ട്രവ്യകൂതയും ഇല്ലാതായിത്തീരും എന്ന് കണ്ടപ്പോൾ ഇവൻ വേഗത്തിൽ ഒരു കാര്യം ചെയ്താലും സാധാരണ നിലയിൽ ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കാമെങ്കിൽ, മറ്റുള്ള ചരിത്രം പഠിക്കാമെങ്കിൽ മറ്റേതെങ്കിലും രാജാക്കന്മാരെ ഇവരെന്ത് കൂട്ടുപിടിക്കുക ചെയ്യുന്നത്. സഖ്യകക്ഷി ഉണ്ടാക്കി അവിടെ ഒരു അവന്റെ സൈന്യത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ അവിടെ എല്ലാം അവർക്ക് പരാജയങ്ങളായിരുന്നു. ഒരു വിഷയം വരുമ്പോൾ അതിനെ നമുക്ക് പല രീതിയിൽ, അതിനെ 3 രീതിയിൽ നമുക്കതിനെ അഭിമുഖീകരിക്കാം. ഒന്ന്, നമ്മുടെ സ്വയമായ കഴിവുകൊണ്ട്, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമ്മളതിനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. 2, നാം മറ്റാരെയെങ്കിലും നാം എന്ത് ചെയ്യും, നമുക്ക് സഹായമാകുന്നവരെ വിളിച്ചു കൂട്ടി നാം അതിനെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കും. 3, ഇത് രണ്ടും സാധ്യമല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ചരിത്രം പഠിച്ചാൽ മതി. ഇവര് ഇങ്ങനെ സ്വയമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്, സഖ്യകക്ഷികളെ കൂട്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ രണ്ടിലുമല്ലാതെ ദൈവത്തിൽ താഴ്ത്തിയേൽപ്പിച്ച് ദൈവഹിതപ്രകാരം യുദ്ധം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവർ ജയം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ സമയം പ്രിയപ്പെട്ടവരെ, ഈ ദൂതന്റെ കാതലായ വിഷയം മനസ്സിലായി വിചാരിക്കുന്നു. നമ്മളും അവരും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ഞാനായിരുന്നു അങ്ങനെയല്ല. എല്ലാ മനുഷ്യൻ്റെയും ദൈവം ഒരുപോലെയാണ് മെനഞ്ഞിരിക്കുന്നത്. പിന്നെ സാഹചര്യങ്ങൾ അവനെ മാറ്റുക. അതുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ നമുക്കൊന്നും നീതിരിക്കപ്പെടാനൊന്നുമില്ല. നമുക്ക് കാണാൻ സാധിക്കുന്നത് പരീശനും ചുങ്കക്കാരനും പോയി പ്രാർത്ഥിച്ചതുപോലെയാണ്. അവൻ പ്രാർത്ഥിച്ചു, പക്ഷേ വലിയ രീതിയിൽ അവൻ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അവൻ തന്നെത്താൻ നീതീകരിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരനോ, അവൻ ദൈവത്തിന് തന്നെത്താൻ ദൈവം നീതീകരിക്കപ്പെട്ടവനായിപ്പോ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ, നമ്മെ നീതീകരിക്കുന്ന ദൈവസന്നിധിയിൽ, കർത്താവേ, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല ഒന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് അടുത്ത് വരണം. അബിയാവിന് മനസ്സിലായി, എൻ്റെ കഴിവുകൊണ്ട് പറ്റത്തില്ല, സഖ്യകക്ഷികളായിട്ട് പിടിക്കാൻ ഇപ്പോൾ അവിടെ ആൾക്കാരുമില്ല. അതുകൊണ്ട് അബിയാം അവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് മുഴുവൻ വായിക്കുന്നില്ല. അബിയാം എന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ സത്യത്തിൽ സമാരിയ മലമുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞത്,
യൊരോബെയും എല്ലാ ഇസ്രായേലുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. ഇസ്രായേലിന്റെ ദൈവം ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് വന്ന പരാജയവും ദൗർബല്യവും എല്ലാം കാരണം രഹബയാമോ യൗവനക്കാരനും മനോബലവല്ലത്തനായിരുന്നാൽ അവന് എതിർത്ത് നിൽപ്പാൻ അവന് കഴിഞ്ഞില്ല. നിങ്ങളിപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യത്വത്തോട് എതിർത്ത് നിൽപ്പാൻ വിചാരിക്കുന്നു. അതിന്റെ 8-ാം വാക്യമാണ്. യൊരോബെയാം നിങ്ങൾക്ക് ദൈവമായിട്ടുണ്ടാക്കിയ പൊൻകാളക്കുട്ടികൾ നിങ്ങളോടുകൂടി ഉണ്ടല്ലോ. അവന് അവരോട് പറഞ്ഞു, നിങ്ങൾ നോക്കുമ്പോൾ വലിയൊരു സമൂഹമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അവനുണ്ടാക്കിയ ദൈവം നിങ്ങളുടെ മുമ്പിലുണ്ട്. യൊരോബെയാം ഉണ്ടാക്കിയ 2 കാളക്കുട്ടികളെ അറിയാം. ഒന്ന് ബേഥേലിലും ഒന്നിനെ ദാനിലും സ്ഥാപിച്ചതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കാളക്കുട്ടിയെയാണ് അവർ ദൈവമായിട്ടുണ്ടാക്കി കൊണ്ടു നടക്കുന്നത്. സാക്ഷാൽ ദൈവമായിരിക്കുന്ന സിനായ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ച് തീ കണ്ട പർവ്വതം കത്തിക്കാണെന്ന് കണ്ട് ഇവർ മറന്നുപോയ തലമുറ. നമുക്കെൻ്റെ ശേഷിപ്പ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതൊക്കെ കണ്ടുവന്നവരാ. ചെങ്കടൽ പടർന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മൾ പാടുന്നു, അവരുടെ അത് അനുഭവിച്ചവരാ. അപ്പോൾ ഇവിടെ നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ, ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ വലിയൊരു സമൂഹം തന്നെ, വലിയൊരു സമൂഹമാണ്. ഈ വലിയ സമൂഹത്തെ കണ്ടപ്പോൾ ഇവന് മനസ്സിലായി, ഈ വലിയ സമൂഹം കൊണ്ട് ജയിക്കാൻ കഴിയത്തില്ല, ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അബിയാവിന് ഏതായാലും അവന്റെ ഹൃദയത്തിൽ അവനൊരു തിരിച്ചറിവുണ്ടായി. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നിങ്ങൾ അഗരോ പുത്രന്മാരായ യഹോവയുടെ പുരോഹിതന്മാരെയും ലേവ്യരെയും തള്ളിക്കളഞ്ഞ് അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദ പ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ? ഒരു കാളക്കുട്ടിയോടും 7 കാട്ടുകുറ്റന്മാരോടും കൂടെ കരപൂർണത്തിന് വന്ന ഏവനും ദൈവമല്ലാത്തവയ്ക്ക് പുരോഹിതനായി തീർന്നു. പൗരോഹിത്യം മാറിപ്പോയി. ദൈവം മാറുമ്പോൾ പൗരോഹിത്യം മാറും. സത്യദൈവത്തെ മാറ്റുമ്പോൾ പൗരോഹിത്യം മാറും. എന്നാൽ ആരാധന മാറിപ്പോകും. നമുക്കിവിടെ ഈ ദിവസങ്ങളിൽ സന്തോഷം പറയാൻ കഴിയുന്നത്, നാം നമ്മുടെ ദൈവത്തെ മാറ്റിയിട്ടില്ല. നമ്മുടെ ദൈവമാണ്. അവിടെ പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തെ മാറ്റിയിട്ടില്ല. ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ഈ പകൽ സമയം ഈ സന്ദേശം വലിയ കരുതലോടെ ഏറ്റെടുത്തോളണം കേട്ടോ. സാഹചര്യങ്ങൾ വരുമ്പോൾ പലരും ഉപേക്ഷിച്ചു പോകുന്നവരാ ദൈവത്തെ. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ദൈവത്തെ ഉപേക്ഷിച്ച് യൊരോബെയാമിന്റെ കൂട്ടത്തിൽ പോയപ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു, ഈ ഉണ്ടാക്കിയിരിക്കുന്ന കാളക്കുട്ടികളല്ല. ദൈവം മാറുമ്പോൾ, ദൈവത്തെ മാറ്റുമ്പോൾ ആരാധനയ്ക്ക് മാറ്റമുണ്ടാകും. ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസഗോളത്തിൽ ആരാധനയ്ക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളണം. അത് ആരാധന വെറുതെ മാറിപ്പോകത്തില്ല. അത് മാറുന്നെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആരാധിക്കുന്ന ദൈവത്തെ മാറ്റിയിട്ടുണ്ട്. ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങളും ആരാധനയും മാറുന്നതല്ല, അത് എന്നേക്കുമുള്ളതാണ്. ദൈവത്തിന്റെ അടിസ്ഥാനങ്ങൾ മാറ്റമില്ലാത്തതാണ്. അപ്പോൾ ഇവർ പറയുക, ഞങ്ങളുടെ ദൈവം മാറിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ പൗരോഹിത്യവും മാറിയിട്ടില്ല. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്ത പുരോഹിതന്മാരായിട്ട് അഹരോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട്. ഇത് പറയാണ്, നിങ്ങൾക്ക് ഇന്ന കാര്യമുണ്ട്, വലിയ സമൂഹമുണ്ട്. ദൈവജനമേ, വിശ്വാസം വന്ന പ്രിയപ്പെട്ടവരെ, പലർക്കും വലിയ ആൾക്കൂട്ടത്തെ കാണിക്കുവാൻ സാധിക്കുമായിരിക്കും, പലതും കാണിക്കുവാൻ ചെയ്യുമായിരിക്കും. എന്നാൽ ചുരുക്കമായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുന്ന, ദൈവം സാക്ഷാൽ യഹോവയാം ദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം വലുതായിരിക്കത്തില്ല. ആ വലിയ എണ്ണത്തെ പെരുപ്പിച്ച് കാണിക്കാനുള്ളതല്ല ദൈവസഭ. ഇവിടെ 2 ഗോത്രമേ ഉള്ളെങ്കിലും, എണ്ണം ചുരുക്കമാണെങ്കിലും, വലിയൊരു സമൂഹം മറുഭാഗത്ത് നിൽക്കുമ്പോൾ അബിയാവ് പറയുക, നിങ്ങൾ ആരാധന മാറ്റി, ദൈവത്തെ മാറ്റിയപ്പോൾ ആരാധന മാറിപ്പോയി. എന്നാൽ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന പൗരോഹിത്യം ഞങ്ങൾക്കുണ്ട്. ലേവ്യരും തങ്ങളുടെ വേല ചെയ്ത് നോക്കി വന്നു. ദിനം പ്രതി രാവിലെയും വൈകുന്നേരവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ പരിമളവർക്കത്ത് അർപ്പിക്കുന്നു. കാഴ്ചയപ്പ വിശുദ്ധമേൽ അടുക്കുന്നു. പൊന്നില വിളക്കും അതിന്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു.
ദൈവത്തിന്റെ ആജ്ഞ പ്രമാണിക്കണം. അതാണ് 28-ാം അധ്യായത്തിൽ പറയുന്നത്. 28-ാം അധ്യായം ആവർത്തന 28-ാം അധ്യായത്തിൽ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ. ബൈബിൾ വായിച്ചാൽ മതി. അതിന്റെ അവസാന ദൂത പറഞ്ഞത്, നീ താഴ്ച പ്രാപിക്കുകയില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ലെന്ന്. ഈ ഒരു മനോബലം, ധൈര്യമുണ്ടായിരിക്കണം. അബിയാവ് പറഞ്ഞതുപോലെ ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഈ സന്ദേശങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? അതെ, ഞങ്ങളുടെ ദൈവത്തെ വിട്ട് മാറിയിട്ടില്ല, ഞങ്ങൾക്ക് ആരാധന മാറിയിട്ടില്ല, ദൈവം പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ആരാധനയും ശുശ്രൂഷകളുമാണ് ഞങ്ങൾക്കുള്ളത്. അതാണ് നമ്മുടെ ബലം. ഇത് അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു, നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാ ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ തലവനായ ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ട മഹാധ്വനി കാകളോട് കൂടെ അവന്റെ പുരോഹിതന്മാരുമുണ്ട്. ഈ യുദ്ധത്തിൽ ജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ദൈവാശ്രയത്തോടു കൂടി മഹാകാകളധ്വനിയോടുകൂടി പുരോഹിതന്മാർ കാകളധ്വനിപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ദൈവം ഭീതി അയച്ച് അവരെ പരാജയപ്പെടുത്തുമെന്നും ദൈവം അവർക്ക് വിജയം കൊടുക്കുമെന്നും അറിയാമായിരുന്നു. ഇത് സ്വന്തം ഗോത്രങ്ങളായതുകൊണ്ടാണ് അബിയാവിനോട് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അന്യജാതിക്കാരുടെ കൂടെ പോവുകയാണെങ്കിൽ ഇങ്ങനെ വിളിച്ചൊന്നും പറയത്തില്ല, കീഴടങ്ങാനൊന്നും പറയത്തില്ല. എന്നാൽ ഇവിടെ ഈ അബിയാവ് ചെയ്തത്, ദൈവം ജയം കൊടുക്കുമ്പോൾ സംഹാരം ഉണ്ടാകും മറുഭാഗത്ത്. അപ്പോൾ അതിനു മുമ്പായി കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അബിയാവ് ചെയ്തത്. ദൈവാത്മാവുള്ളവൻ എടുത്തുചാടി യുദ്ധം ചെയ്യത്തില്ല. അവൻ എപ്പോഴും ആ സന്ദർഭങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇങ്ങനെ അവർ വിളിച്ചു പറയാനും നിൽക്കത്തില്ല. ദൈവം പറയുന്നതനുസരിച്ച് അവർ യുദ്ധം ചെയ്യുള്ളൂ. എന്നാൽ ഇവിടെ യുദ്ധം ചെയ്യേണ്ടത്, ഇവിടെ പ്രശ്നമുണ്ടായിരിക്കുന്നത് ഇസ്രായേലുമായിട്ടാണ്, ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകാം പ്രിയപ്പെട്ടവര്, വീടിനകത്തുണ്ടാകാം, സഭയ്ക്കകത്തുണ്ടാകാം. ഇങ്ങനെ വിഷയം വരുമ്പോൾ നാം ദിവസങ്ങളിൽ ചെയ്യേണ്ടത് അബിയാവ് ചെയ്തതുപോലെ ചെയ്യണം. ആദ്യമേ നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കണം. തെറ്റിപ്പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ആ വിഷയങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് വേണം യുദ്ധം ചെയ്യാനായിട്ട്. ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ, ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അബിയാവ് ചെയ്തത്, ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു വിഷയം അവർക്ക് ഭാരമായിട്ടതിനു മുമ്പ് അവരെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. പുരോഹിതന്മാർ ഉണ്ട്, ഇസ്രായേലരെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. ഇവിടെ വ്യക്തമായ പറഞ്ഞു, നീ എന്നോടല്ല യുദ്ധം ചെയ്യുന്നത്. ദൈവമക്കളെ, ദൈവത്തിന്റെ ആജ്ഞ പ്രമാണിച്ച് നടക്കുന്ന, നീ എത്ര ബലഹീനാണെങ്കിലും, ഒരുപക്ഷെ മറ്റുള്ള മുമ്പിൽ നമുക്കൊരു കഴിവുമില്ലെങ്കിലും, ഇന്ന് പകർച്ചൻ ദൈവാലം പറയുക, കഥ പറഞ്ഞു, ദൈവത്തിന്റെ ആജ്ഞ പ്രമാണിച്ച് നടക്കുന്ന ദൈവകൃപയുള്ളവൻ ദൈവത്തിൻ്റെതാണ്. അവനെ നോക്കുമ്പോൾ ഒരുപക്ഷെ വലിയ കഴിവ് കാണത്തില്ലായിരിക്കാം, വലിയ പ്രൗഢി കാണത്തില്ലായിരിക്കാം. എന്നാൽ വലിയ സമൂഹമോ വലിയ കഴിവോ വലിയ പാണ്ഡിത്യമോ ഒക്കെയുള്ള മനുഷ്യൻ നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നവൻ ബലഹീനനായവനെ തോന്നാമായിരിക്കാം. എന്നാൽ ഇവിടെ യൊരോബെയാമോട് പറയുകയാണ്, യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ കൃതാർത്ഥരാകയില്ല. എന്നാൽ യൊരോബെയാം അവിടെ പുറകിൽ വളഞ്ഞില്ല. ഈ സമയത്ത് ഇദ്ദേഹം ഇവിടെ ആശ്വാസത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്തെന്നുള്ള സന്ദേശം കൈമാറുമ്പോൾ മറുഭാഗത്തുള്ളവർ ദൈവമില്ലാത്തവർ വളഞ്ഞു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാക്കിയാൽ മതി, ദൈവകൃപയുള്ളവൻ എടുത്തിയാടി യുദ്ധത്തിന് പോകത്തില്ല. അവൻ ദൈവത്തിൽ ആശ്രയിക്കും, അവൻ ആ ദൈവാശ്രയത്തെ ഉറപ്പാക്കും. എവിടെയെങ്കിലും പാലിച്ചു വന്നു. ഇന്ന് ദിവസങ്ങളിൽ ജയിക്കാനുള്ള മാർഗം ഞാൻ പറയുക, നമുക്ക് ദൈവാത്മാവ് എങ്ങനെയാണ് നമുക്ക് ജയം നൽകുന്നത് എന്നുള്ളത് നോക്കണമെങ്കിൽ, നാം ദൈവമായിട്ടാണോ നിൽക്കുന്നത്, ഏതെങ്കിലും വിഷയത്തിൽ ദൈവമായിട്ട് ഭിന്നിച്ചാണോ നിൽക്കുന്നത്? അതാ പറഞ്ഞത്, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല, ലക്ഷ്യമായി കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുതായി പോയിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യം മാത്രമേ നിങ്ങളെ എന്ത് ചെയ്യുന്നത്? ഭിന്നിപ്പിക്കാം. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും, ദൈവത്തിന് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മുടെ അകൃത്യമാണ് പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നത്? ഭിന്നിപ്പിച്ച് കളയുന്നത്, നമുക്കത് ലഭിക്കാൻ കഴിയാതായി പോകുന്നത്. അപ്പോൾ ദൈവത്തിന് കാര്യം ചെയ്യാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏത് വിഷയം വരുമ്പോഴും അതിന്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്.
ദൈവത്തെ സ്നേഹിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഞാൻ അതിലേക്ക് തെളിവ് തരാം. ഞാൻ അടുത്ത സന്ദേശവാദിലേക്ക് വരും. ഇതിപ്പം അബിയാവിൻ്റെ ജീവിതത്തിൽ അവൻ മഹാസൈന്യത്തെ കണ്ടതുകൊണ്ടാണ് അവൻ ദൈവത്തിൽ ആശ്രയിച്ച്, പിതാക്കന്മാരുടെ ദൈവത്തിൽ ആശ്രയിച്ചത്. എന്നാൽ ഒരു 10 ലക്ഷം ആൾക്കാർ ഇവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇവനിങ്ങനെ നിൽക്കുമോ? നിൽക്കത്തില്ല. അവൻ്റെ ആ കഴിവനുസരിച്ച് യുദ്ധം ചെയ്യുവാൻ. ഞാൻ പറയുന്നത്, ഇന്ന് പകൽ സമയം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തെ മറന്നൊന്നും ചെയ്യരുത് കേട്ടോ. ദൈവത്തെ മറന്നു പോകരുത്. അത് ദൈവാത്മാ എന്നോട് സംസാരിക്കാൻ തോന്നുക, നിങ്ങളോടല്ല സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾ എടുത്തിയാടി പലതും ചെയ്യും. നമ്മളില്ലാ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. ഉള്ളപ്പോൾ നാം ദൈവത്തെ മറന്നു കളയും. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലും, ദാരിദ്ര്യത്തിലും, സമ്പത്തിലും, അത് ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് മാറരുത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ദൈവഭയം ഇല്ലാത്തവന്, അവന് എല്ലാം ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. അവർ പെട്ടെന്ന് ചെയ്യുന്നത്, ഇവരെ വളഞ്ഞു ചെന്ന് ഇവരെ പതിയിരിപ്പുകാരെ അയച്ചു. അങ്ങനെ അവർ യഹൂദന്മാരുടെ മുമ്പിലും പതിയിരിപ്പുകാർ പുറകിലും ആയി. യഹൂദർ തിരിഞ്ഞു നോക്കിയപ്പോൾ പട മുമ്പിലും പിറകിലും കണ്ടു. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പടെയായും പിമ്പടെയായും ഇരിക്കും എന്ന് പറയാൻ കാരണം, ഈ പുറയിലൂടെ നീ അറിയാതെ വളഞ്ഞു വരുന്ന ചില പതിയിരിപ്പ് ശക്തികൾ നിന്റെ പുറയിൽ വരാറുണ്ട്. നാം പലപ്പോഴും മുമ്പിലുള്ളതിനെ കാണാറുള്ളൂ, അല്ലെ? മുമ്പിലുള്ളതിനെ നാം കാണാറുള്ളൂ. മുമ്പിൽ നമുക്ക് നിൽക്കുന്ന പ്രശ്നത്തെ കാണുകയുള്ളൂ. എന്നാൽ ഈ ദുഷ്ടശക്തി നമ്മളെ ഒന്നാകില്ലാതാക്കി കളയാൻ വേണ്ടി അവൻ വളഞ്ഞ് പതിയിരിപ്പുകാരെയാക്കി. അങ്ങനെ യുദ്ധതന്ത്രമാണ്. ബദൽ പിടിക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പതിയിരിപ്പുകാരെ ഇരുത്തും. പതിയിരിപ്പുകാരെ കാണാൻ കഴിയത്തില്ല. അപ്പൊ ഇവര് ഈ തിരിഞ്ഞു നോക്കിയപ്പോൾ മുമ്പിലും പുറകിലും കണ്ടു. യഹൂദർ തിരിഞ്ഞു നോക്കിയപ്പോൾ മുമ്പിലും പുറകിലും ആരെയെ കണ്ടത്? യുദ്ധത്തിന് ചെയ്യുന്നവരെ കണ്ടു. മുമ്പിലും പുറകിലും പ്രശ്നങ്ങളാ. മുമ്പോട്ടും പോകാൻ വയ്യ, പുറകോട്ടും പോകാൻ വയ്യ. ചെങ്കടലിലെ അതേ അവസ്ഥ. പുറവിൽ ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം വരുന്നു, മുമ്പിൽ ചെങ്കട നിൽക്കുന്നു. അതേ അവസ്ഥ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഇവർ നോക്കിയപ്പോൾ ഒരു രക്ഷയുമില്ല, ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. 8 ലക്ഷം പടയാളികളിൽ ഞാൻ വിചാരിക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടം പോലെ തന്നെ പിറകിലും പടയാളികൾ നിരക്കുവാനിടയാക്കുന്നു. യഹോവയോട് നിലവിളിച്ചു. അവരെന്ത് ചെയ്തു? പുറകിലും കണ്ടപ്പോൾ യഹോവയോട് നിലവിളിച്ചു. ഈ മുമ്പോട്ടും വയ്യ പുറകോട്ടും വയ്യാത്ത രീതിയിൽ നമ്മെ തോൽപ്പിച്ചു കളയും, ഇല്ലാതാക്കി കളയും. മുമ്പോട്ടോ പുറകോട്ടോ ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ മുടി ഒന്നാക്കി ഇല്ലാതാക്കി കളയാൻ വേണ്ടി, ദൈവത്തെ ആശ്രയിക്കുന്നവനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാത്തവർ പടയൊരുക്കും. പക്ഷേ ഭയപ്പെട്ടു പോകണ്ട. അവൻ എത്ര സന്നാഹമൊരുക്കിയാലും നാം എവിടെ നിന്ന് നിലവിളിക്കുന്നുവോ അവിടെ നിന്ന് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അത് സർവശക്തനായ ദൈവമാണ്. ഇവൻ ഉണ്ടാക്കി വെച്ച കാളക്കുട്ടിയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചാലേ അവന്റെ ദൈവം കേൾക്കുന്ന ചിന്തയുണ്ട്, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇസ്രായേലിനെ ആരാധിക്കുന്നവൻ എവിടെ നിന്ന് നിലവിളിച്ചാലും, സത്യദൈവത്തെ ആരാധിക്കുന്ന എവിടെ നിലവിളിച്ചാലും ആ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. ഇവിടെ അവൻ നിലവിളിച്ചു, അവിടെ നിന്ന് നിലവിളിച്ചു. സായനം ചെങ്കലിന്റെ ഭാഗത്ത് നിലവിളിച്ചതുപോലെ ഇവർ നിലവിളിക്കുക. ദൈവമേ, ഇവര് യുദ്ധത്തിന് വന്നിരിക്കുക, ഞാന് ഇവരോട് യുദ്ധത്തിന് വരരുത്, യുദ്ധം ചെയ്യരുത്, അങ്ങനെ വിഷയം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോൾ പതിയിരിപ്പുകാരെ വെച്ച് പരാജയപ്പെടുത്തുവാൻ പോലെ ദിവസങ്ങളിൽ ആത്മീയ മണ്ഡലത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ. അത് ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ജയിക്കാൻ വേണ്ടി നീ പതിയിരിപ്പ് നടത്തരുത്. ഞാൻ പറഞ്ഞത് സ്വന്തം ജനത്തോട്, ശത്രുക്കളോടല്ല. ശത്രു സൈന്യത്തോട് ബദലിൽ ചെന്നപ്പോൾ അത് ചെയ്തു. പക്ഷേ ഈ യഹൂദയും ബെന്യാമീനെയും ഇല്ലാതാക്കാൻ വേണ്ടി
ഇവര് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ ഒന്നാകെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി ഇവിടെ മുമ്പിലും പുറകിലും പടനിരത്തി ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി സകല ശ്രമങ്ങളും അവർ പരിശ്രമിച്ചപ്പോൾ ഇവർക്കൊരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തോട് നിലവിളിക്കുക മാത്രം. യഹോവയോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമൂതി, യഹൂദാ പുരുഷന്മാർ ആർത്തു വിളിച്ചു. ഇന്ന് പകൽ സമയം ഈ ഉപവാസ പ്രാർത്ഥന, അതെ, ഈ 11-ാം മാസ ഉപവാസ പ്രാർത്ഥന മുമ്പിലും പുറകിലും പട ആയപ്പോലെ മുമ്പോട്ടും വയ്യ പുറകോട്ടും വയ്യ എന്ന രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽ സമയം ദൈവാത്മാവിൽ പറയുകയാണ്, നമുക്കെതിരെ ശത്രു വന്ന് നാം വല്ലാതെ ഭാരപ്പെടുമ്പോൾ, ഞെരുങ്ങിപ്പോകുമ്പോൾ, ഒരു വഴിയുമില്ലാതെ വരുമ്പോൾ നമുക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, നാം യഹോവയോട് നിലവിളിക്കും. പുരോഹിതന്മാർ കാഹളമൂതി, യഹൂദാ പുരുഷന്മാർ ആർത്തു വിളിച്ചു, പരാജയപ്പെടാതെ ആർത്തു വിളിച്ചു. അതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിന്റെ ശബ്ദം അടക്കി വെക്കാതെ കാഹളം പോലെ ഊതണം. അതേ ദിവസങ്ങളിൽ കുടുംബങ്ങൾക്കകത്ത് ആരാധന വെളിപ്പെടണം, സഭകൾക്കകത്ത് ആരാധന വെളിപ്പെടണം. നമ്മെ മൗനമാക്കി വെച്ചിരിക്കുന്ന പോരുകളുണ്ട്. ദിവസം അതിനെ അതിജീവിക്കാൻ വേണ്ടി ദൈവാത്മാവ് പറയുന്നത്, ദിവസങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വല്ലാതെ വരുമ്പോൾ ഇവിടെ അവർ ചെയ്ത് യഹോവയോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമൂതി, യഹൂദാ പുരുഷന്മാർ ആർത്തു വിളിച്ചപ്പോൾ ഈ ഒരൊറ്റ സംഭവം നടന്നപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ശക്തി അവിടെ മധ്യേ ഇറങ്ങി വന്നു. കഥാ പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഇന്ന് പകൽ സമയം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും പ്രശ്നങ്ങളുടെ മധ്യത്തിലാ നിൽക്കുന്നത്. മുമ്പിലും പട, പുറകിലും പട. അതെ, ഒരു ലക്ഷ്യമില്ലാത്ത വിധത്തിൽ ഞെരുക്കിയിരിക്കുന്ന അവസ്ഥകളിൽ ദൈവം നമ്മൾ സാധാരണ വിചാരിക്കുന്നത് 2-3 പേരുടെ നാമത്തിൽ കൂടി നിന്ന് ആരാധന ദൈവം ഉണ്ടെന്നുള്ളത്. അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ മധ്യഭാഗത്ത് ബലഹീനരായ പോലെ നിൽക്കുന്ന യഹൂദ ജനം നിൽക്കുകയാണ്. അവർ കഴിവില്ലാത്തവരായി നിൽക്കുകയാണ്. 4 ലക്ഷം മാത്രമേ ഉള്ളൂ. യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല, ഇവർക്ക് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഇതിന് മുമ്പിലും പുറകിലും ശത്രു ഞെരുക്കിയതുപോലെയുള്ള കുടുംബങ്ങളെ ദൈവാത്മാവ് കാണുകയാണ്. ഇന്ന് പകൽ സമയം മുമ്പിലും പട, പുറയിലും പടയായിട്ട്, അതെ, പ്രതിബന്ധങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവെന്ന് ശക്തമായ ദൂത് പറയുക. ഇതിന്റെ മധ്യത്തിൽ നിലവിളിച്ച് കാഹളമൂതി ദൈവത്തിന് വേണ്ടി ആർത്തു വിളിക്കുമ്പോൾ അവിടെ സർവശക്തനായിരിക്കുന്ന, യുദ്ധവീരനായിരിക്കുന്ന സർവശക്തന്റെ ശക്തി അവിടെ ഇറങ്ങി വരുമെന്ന്. ദൈവത്തെ എവിടെ ആരാധിക്കുന്നുവോ അവിടെ ദൈവശക്തി ഇറങ്ങി വരും. അത് ഒരുപക്ഷെ ആശുപത്രിയുടെ കിടക്കിലായിരിക്കാം, വെന്റിലേറ്ററിലായിരിക്കാം, ഏത് വിഷയമാകട്ടെ, ഏത് പ്രതിസന്ധിയുമാകട്ടെ, ഇന്ന് പകൽ സമയം അതെ സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിച്ച് മുമ്പോട്ട് വയ്യ പുറകോട്ട് വയ്യ എന്ന രീതിയിൽ ഞെരുങ്ങുന്ന ജീവിതമേ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ജീവിതമേ, ഇത് അങ്ങോട്ടും വയ്യല്ലോ ഇങ്ങോട്ടും വയ്യല്ലോ എന്ന രീതിയിൽ വല്ലാതെ ഞെരുങ്ങിപ്പോകുമ്പോൾ ഒറ്റ വിഷയമേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അതിന്റെ മധ്യേ ഇറങ്ങി വരും. ഇതിനെയാണ് പ്രശ്നങ്ങളുടെ മധ്യേ ഇറങ്ങി വരുന്നവനെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യേ ആരാ ഇറങ്ങി വരുന്നത്? നമ്മുടെ ദൈവം ഇറങ്ങി വന്നത് നമ്മെ വിടുവിക്കാൻ. ഇതാണ് ഞാൻ വല്ലാതെ പ്രശ്നത്തിന്റെ നടുവിലായിരിക്കുന്നെന്ന് പറയുമ്പോൾ അല്ലെ, പലരും പറയാറില്ലേ, ഞാൻ പ്രശ്നങ്ങളുടെ മധ്യത്തില. ഇതിനകത്ത് കേൾക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരുടെ സാക്ഷി ഞാൻ കേട്ടപ്പോൾ ഇത് തന്നെ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവാത്മാവ് ഞാൻ മനസ്സിലാകുക, പ്രശ്നങ്ങളുടെ നടുവിലിരുന്ന് നിലവിളിച്ച് കരഞ്ഞപ്പോൾ, പാടിയപ്പോൾ, ആരാധിച്ചപ്പോൾ ഇറങ്ങി വന്നൊരു ദൈവ സാന്നിധ്യമില്ലേ, അതാണ് നമുക്ക് ജയം നൽകുന്നത്. ഇന്ന് പകൽ സമയം പരാജയപ്പെട്ടു പോകരുത്. എന്റെയും നിന്റെയും പുറകിലും മുമ്പിലുമായി പ്രശ്നങ്ങൾ വല്ലാതെ ആയിത്തീരുമ്പോൾ മുട്ടുമടക്കി നിലവിളിക്കണം. ദൈവത്തെ വാ തുറന്ന് ആരാധിക്കണം. എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല,
എന്നുള്ള ഉറച്ച നിലവിളിയോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിഷയങ്ങളിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങുന്ന അവൻ മധ്യേ ഇറങ്ങി വന്ന് ആരാധനയുടെ മധ്യേ മാത്രമല്ല യേശു ഇറങ്ങി വരുന്നത്, നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ യുദ്ധം നടത്തുവാൻ, നമ്മെ വിടിവിക്കുക. അതുകൊണ്ടാണ് തീച്ചൂടുടെ നടുവിൽ അവൻ ഇറങ്ങിയത്. അതിന്റെ മധ്യത്തിൽ യേശു ഇറങ്ങി. അവരെ 3 പേരെ ഇട്ടപ്പോൾ അവിടെ നടുവിൽ ഒരുവനെ കണ്ടു. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവ്. ഇസ്രായേലും യഹൂദയുമായിട്ടുള്ള വിഷയത്തിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അകപ്പെട്ടുപോയ യഹൂദയ്ക്ക് വേണ്ടി അവന് മുമ്പും പുറകുമായി യൊരോബെയാമിന്റെ 8 ലക്ഷത്തിലധികം സൈന്യം മുമ്പിലും പുറകിലുമായി പതിയിരിപ്പ് വരുത്തി പ്രശ്നങ്ങൾ അകപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, എന്തിനെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞ വാക്യങ്ങൾ ദൈവത്തിൻ്റെതായിരുന്നു. ഞാൻ നിങ്ങളും എടുത്തു പറയുന്ന വാക്യങ്ങൾ ദൈവത്തിന്റെ വചനമാണെങ്കിൽ അതിന്റെ മേൽ ദൈവം പ്രവർത്തിക്കും. എത്ര പ്രബലപ്പെട്ട രീതിയിൽ ശത്രു പടനീക്കം നടത്തിയാലും, മുമ്പിലും പുറകിലും വഴിയടച്ച് അവൻ ശത്രുവിന്റെ സൈന്യത്തെ വിന്യസിപ്പിച്ചാലും, ഇന്ന് പകൽസമയം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നാം കരയുമ്പോൾ ആ കരച്ചിൽ ആരാധനയായി, പ്രാർത്ഥനയായി ദൈവസഭയിൽ എത്തുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന പ്രശ്നങ്ങളെ മധ്യേ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്, നമ്മുടെ സഭകളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്, ദേശത്തിറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽ സമയം എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ കുടുംബത്തിൽ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എന്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ സഭകളിൽ, അതെ, എന്റെ ദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഏതെല്ലാം വിഷയങ്ങളാണോ വല്ലാതെ ഭാരമായി നിൽക്കുന്നത്, ആ വിഷയങ്ങളിന്മേൽ നിലവിളിക്കുന്ന ചിലരുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമെന്ന്. അതിനുവേണ്ടിയാണ് ദൈവം പുരോഹിതന്മാരോട് പറഞ്ഞ കാഹളം എടുത്തോളണമെന്ന്. അതെ, കാഹളം വെറുതെ വെക്കാനുള്ളതല്ല, അത് അതിന്റെ സമയത്തൂരാനുള്ളതാണ്. നിന്റെ വായും ശക്തിയും എന്നതിക്ക് വെറുതെ ഇരിക്കാനല്ല, വെറുതെ ഇരിക്കുന്നവരെ ആർത്ത് വിളിക്കത്തക്കവണ്ണം ശക്തി പകരുന്നതാണ് ദൈവ സാന്നിധ്യം. ഭയപ്പെട്ടുപോയ നിലവിളിച്ച യഹൂദാജനം അവര് മാറ്റിയിട്ട് ദൈവത്തിനാർത്ത് വിളിച്ചതുപോലെ ഈ വർഷം തീരുന്നതിന് മുമ്പായി നിലവിളിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങളുമേൽ ഈ വർഷത്തിന്റെ മുമ്പിലും പുറകിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ന് ദൈവാത്മാവിന്റെ ശക്തിയിൽ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുക, ആർത്ത് വിളിച്ച് ഈ ദിവസം ജയം പ്രാപിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായി ഈ നവംബറിലെ ഉപവാസ പ്രാർത്ഥന ദൈവം മാറ്റാൻ പോകുന്നതായി സ്തോത്രം ചെയ്യുന്നു. മുമ്പിലും വഴിയടഞ്ഞിട്ടുണ്ട്, പുറകിലും വഴിയടഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ സമയം നമ്മുടെ പ്രതിബന്ധങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നാം മൗനമായിട്ടിരിക്കത്തില്ല. നമ്മുടെ നിലവിളി അത് ആർത്ത് വിളിക്കുന്ന സന്തോഷത്തിന്റെ ജയത്തിന്റെ വിളിയായി മാറും. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിൽ ആർത്ത് വിളിച്ചാട്ട് പരാജയപ്പെട്ടിരിക്കരുത്. ഇന്ന് പകർച്ച ഒരു ജയത്തിന്റെ കാഹളമുയർത്താൻ പോകുക. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. മുമ്പിലും പുറയിലുമായി പടജനം അതെ ഉണ്ടെങ്കിലും നീ ഭാരപ്പെട്ടു പോകണ്ട. പ്രതിസന്ധിയുടെ നടുവിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇന്ന് പകർച്ച ദൈവാനോ പറയുക, ആർത്ത് വിളിച്ചാൽ മതി, അവിടെ നിനക്ക് നിന്റെ മേലെ എന്റെ ശക്തിയെ ഞാൻ പകരുമെന്ന്. ദൈവജനം ഒന്നിച്ച് ആർത്ത് വിളിച്ചപ്പോൾ എരികോ മതിൽ വീണെങ്കിൽ, അത് അവർ ഒരുമിച്ച് ആർത്ത് വിളിച്ചപ്പോൾ, ഇസ്രായേൽ ജനം ഒന്നിച്ചാർത്ത് വിളിച്ചപ്പോൾ, യഹൂദ വിളിച്ചപ്പോൾ എരികോ മതിൽ വീണെങ്കിൽ എവിടെ ആർത്തിന്റെ വിളി ഉണ്ടാകുമോ, ആർത്ത് വിളിക്കുമോ, സന്തോഷത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമോ, അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും. എന്ന് പകൽസമയം പ്രതിസന്ധികളുടെ മധ്യത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ നമുക്ക് ദിവസങ്ങളിൽ ആർത്ത് വിളിക്കാം, കാഹളമൂതാം. ദൈവത്തിൽ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങളിൽ കാഹളമൂതി ദൈവത്തിന് ആർത്ത് വിളിച്ചു കഴിയുമ്പോൾ കർത്താവിടെ ഇറങ്ങി വന്ന് ദൈവം നമ്മളെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യഹൂദാപുരുഷന്മാർ ആർത്ത് വിളിച്ചപ്പോൾ ദൈവം യൊരോബെയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബിയാബിനോടും യഹൂദന്മാരോടും തോൽക്കുമാറാക്കി. ഇന്നത്തെ ദൂത് മനസ്സിലായോ? നമുക്ക് ചുറ്റും എല്ലാവരും പ്രതിയോഗികളായിരിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തൻ മാത്രമേ കാണുകയുള്ളായിരിക്കാം. ചുറ്റും നിറഞ്ഞിരിക്കുന്നത് മുഴുവനും പ്രതികൂലമാണെങ്കിലും ഭാരപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. മൗനമായിട്ടിരുന്ന ഇരിക്കാതിരുന്നാൽ മതി. ദൈവ സാന്നിധ്യം ഇറങ്ങാനുള്ള കാര്യം ചെയ്യാമോ? ദൈവം ഇറങ്ങിയാൽ
അവിടെ ജയം നിശ്ചയമാണ്. ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. നാം വളരെ വിദൂരതകളിലായിരിക്കുന്നത്, വളരെ ഓരോ സ്ഥലത്തും ഓരോ ഭാഗങ്ങളിലായിട്ടായിരിക്കുന്നത്, നമ്മൾ ഒരുമിച്ചല്ലായിരിക്കുന്നത്. എന്നാൽ ഞാൻ ആത്മാവിൽ കാണുകയാ, ഇന്ന് പകൽ സമയം ദൈവ സാന്നിധ്യം ഇറങ്ങി നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി, നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു നിൽക്കുന്ന വിഷയങ്ങളുമേൽ ജയം നൽകുന്ന ദൈവം ഇറങ്ങി വന്ന് ആ പ്രശ്നങ്ങളെ പരിഹരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആരാധനയിൽ ഇറങ്ങി വന്ന കർത്താവ് അവൻ സഭകളോട് ദൂരറിയിക്കാൻ വേണ്ടി ഇറങ്ങി വരും, നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി വരും. അതേ ദൈവം നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ നിലവിളി കണ്ടവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇവിടെ ഇതാണ് സംഭവിച്ചത്. ഇവിടെ ദൈവം ഇറങ്ങി വന്നു. യഹൂദ പുരുഷന്മാർ ആർത്ത് വിളിച്ചു. ദൈവം യൊരോബെയാമിനോടും എല്ലാ ഇസ്രായേലിനോടും അബിയാമിനോടും യഹൂദരോടും തോൽക്കുമാറാക്കി. ഇസ്രായേലിയർ യഹൂദരുടെ മുമ്പിൽ നിന്നോടി. ഈ ദിവസം ഓടാൻ പോവുകയാണ്. ശത്രു പരാജയപ്പെട്ട് ഓടാൻ പോവുകയാണ്. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാ വരുന്നത്, ദൈവമക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയാ വരുന്നത്. എന്നാൽ ഈ മുമ്പിൽ നിൽക്കുന്നവനും പുറകെ നിൽക്കുന്നവനും ഓടാൻ പോവുകയാണ്. പതിയിൽ നിന്ന് പിടിക്കാമെന്ന് പറഞ്ഞ ശക്തികളും മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ച ചില ശക്തികളും ഈ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കഴിയുമ്പോൾ, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തല്ലേ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. സാത്താനോട് എതിർത്തേൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടെന്ത് ചെയ്യും? ഓടിപ്പോകും. നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ, തലമുറകളെ വിശ്വാസം അകറ്റിക്കളയുവാൻ, ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നന്മയെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഷ്ടപതിയിരിപ്പുകൾ, മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശക്തികൾ, ഇന്നത്തെ ഉപവാസപ്രാർത്ഥന ദൈവാത്മാവ് ഇറങ്ങി വന്നിരിക്കുന്നതുകൊണ്ട്, ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തോറ്റ് മുമ്പിൽ നിന്ന് ഓടിപ്പോവും. പരാജയപ്പെട്ട് ഓടുകയുള്ളൂ. ജയിക്കേണ്ടത് സമ്മതിക്കത്തില്ല. മുമ്പിൽ നിന്ന് ഓടി ദൈവം അവരെ അവരുടെ കയ്യിലേൽപ്പിച്ചു. അബിയാവും അവന്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു. ഇസ്രായേലിൽ 5 ലക്ഷം ശ്രേഷ്ഠയോദ്ധാക്കൾ കഥന്മാരായി വീണു. ശത്രുവിന്റെ ബലത്തെ ദൈവം കുറച്ചു. 8 ലക്ഷം എന്നുള്ളത് ഇവർക്ക് 4 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം ഇല്ലാതാക്കിയപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? ഇവരെ 3 ലക്ഷമാക്കി കുറച്ചു. ഇനി യുദ്ധത്തിന് വരാൻ ധൈര്യം കാണത്തില്ല. ദിവസങ്ങളിൽ ശത്രുവിന്റെ ബലത്തെ ദൈവം കെടുത്തുകയാണ്. ശരിയല്ലേ? 8 ലക്ഷം ഉണ്ടായിരുന്നതിനെ 5 ലക്ഷത്തിന് ദൈവം പെട്ടെന്ന് എന്ത് ചെയ്തു? ഇല്ലാതാക്കി എന്ന് പറഞ്ഞു 3 ലക്ഷം നോട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവരുടെ ഭാഗത്ത് എത്രയുണ്ട്? യഹൂദന്മാരുടെ യഹൂദബോധം എത്രയുണ്ട്? അവർക്ക് 4 ലക്ഷമുണ്ട്. യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ, യുദ്ധത്തിന്റെ ഭരണതലം എടുത്തു കഴിയുമ്പോൾ 8 ലക്ഷമായിരുന്ന ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറി. ഈ ന്യൂനപക്ഷമായി നിന്നവർ അവർ ഭൂരിപക്ഷമായി മാറി. നമ്മുടെ ദൈവം പറഞ്ഞു, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ദൈവം വെറുതെ പറയുന്നതല്ല. ദൈവാലോചന എന്നുള്ളത് സംഭവങ്ങളുള്ള ബന്ധത്തിൽ അത് സത്യമായി വെളിപ്പെട്ടിട്ടുണ്ട്, ചരിത്രമാണ്. അത് നമുക്കും ഇന്ന് പറയാൻ പറ്റത്തില്ലേ? പതിയിരിപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. മുമ്പിലും പടയുണ്ടായിരുന്നു, പുറകിലും പടയുണ്ടായിരുന്നു. എന്തിനറിയാതെ വിഷമിച്ചപ്പോൾ ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര പേർ കരമുയർത്തി പറയാൻ കഴിയും, ഈ വർഷത്തിൽ എനിക്ക് മുമ്പിലും പുറകിലും എല്ലാം പട തരുന്നപ്പോൾ ഞാൻ ആശ്രയിച്ച ദൈവത്തില. അവരെന്റെ കണ്ണുനീരിന്റെ ശബ്ദം കേട്ടു, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ കൈവിടാത്ത ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കും. നമ്മില്ലാതാക്കി കളയുവാൻ, മുടിച്ചു കളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ പ്രബലപ്പെട്ട ശക്തി ഈ വർഷത്തിന്റെ പ്രാരംഭ സമയങ്ങൾ മുതൽ മുമ്പിലും പിമ്പിലുമായി പടനിരത്തി യുദ്ധം ചെയ്തപ്പോൾ നിലവിളിച്ച് കണ്ണുനീർ ദൈവം കണ്ടിറങ്ങി വന്ന് നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം. കുറച്ചു കളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ ശത്രു പരിശ്രമിച്ചപ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവം വിട്ടുകൊടുക്കാതെ ജീവനങ്ങളെ ഇല്ലാതാക്കി കളയാൻ, എണ്ണത്തിൽ കുറച്ചു കളയുവാൻ, ഇല്ലാതാക്കാൻ വേണ്ടി യുദ്ധത്തിൽ നിർമൂലമാക്കുവാൻ വേണ്ടി ശത്രു പ്രവർത്തിച്ചപ്പോൾ ദൈവം വിട്ടുകൊടുക്കാതെ
നമുക്ക് ജയം മറ്റൊന്നുമല്ല, ദൈവത്തിൽ ആശ്രയിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ച് ദൈവത്തിനില്ലാത്തത് കൊണ്ട്, ആരാധനയിൽ കൂടിയത് കൊണ്ട്, ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചത് കൊണ്ട്, നിലവിളിച്ചത് കൊണ്ട്, അത് നിർത്തിക്കളയാതെ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇന്ന് പകർച്ചവൻ ഞാൻ ആ സാന്നിധ്യം അനുഭവിക്കുക. എത്ര പേർക്ക് ആ സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിക്കും? പ്രതിബന്ധങ്ങളായിരിക്കുന്ന, പ്രശ്നങ്ങളായിരിക്കുന്നു, നഷ്ടം കഴിയുന്ന ജീവിതങ്ങളുടെ ജീവിതത്തിന്മേൽ എന്റെ കർത്താവേ ദിവസങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി ജയം നൽകുമാറാകും. ഞങ്ങൾക്ക് പോരാട്ടമുള്ള ജനരക്തമുള്ള വാഴ്ചയോടും അധികാരങ്ങളും ദുഷ്ടാത്മ സേനയോടുമാകയാ ഞങ്ങൾക്കെതിരെ പരിഹരിപ്പുണ്ട് കർത്താവ്, മുമ്പിലും പിറകിലും പടയുണ്ട് കർത്താവേ. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് ജയം നൽകുന്ന ജയാളിയായിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഞങ്ങളെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമോ, ഇങ്ങനെ ഇസ്രായേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു. ദൈവം പറഞ്ഞു, എന്നെ ആശ്രയിച്ചാൽ നീ ഒരു നാളും താഴ്ന്നു പോകുകയില്ല. നിനക്ക് വേദനയുണ്ടാകും, ഭാരമുണ്ടാകും, പരാജയപ്പെടുമെന്ന് തോന്നും. അത് ഇല്ലാതായിത്തീർന്ന് വിചാരിക്കും. അടിമണ്ണ് മുഴുവനും ഒഴുകിപ്പോയി അടിസ്ഥാനമില്ലാതായിത്തീർന്ന് വിചാരിച്ചു പോകും. അല്ല, അവിടെ ഒന്നും കൈവിടാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി ഇന്ന് പകൽ സമയം ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേർക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയും? ഭാരപ്പെട്ടു പോകരുത്, വേദനപ്പെട്ടു പോകരുത്. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ഇറങ്ങി തിരിച്ചിട്ട് മുമ്പോട്ട് വയ്യ പുറകോട്ടും വയ്യാതെ രീതിയിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. ദൈവാത്മാവെന്ന് പകൽ സമയം പറയുകയാണ്, ആ വിഷയത്തിന്മേൽ ഞാൻ ഇടപെടും. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാ പല വിഷയങ്ങളും വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ സമയം ദൈവാത്മാവ് പറയുക, ഞാൻ ഇറങ്ങി വരും, ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ഏത് വിഷയമാകട്ടെ, നിലവിളിക്കുന്ന വിഷയത്തിന്മേൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമുക്ക് വിടുതൽ നൽകുന്ന നമ്മുടെ കർത്താവാണ്. സ്തോത്രം. ദൈവവിലാസത്തോട് ജയം പ്രാപിച്ചു അബിയാവ് പട്ടണമേൽപ്പിച്ചെന്നാ പറഞ്ഞത്. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് യൊരോബെയാം നിന്നില്ല, അവൻ ബലം പ്രാപിച്ചില്ല, യഹോവനെ ബാധിച്ചു, അവൻ മരിച്ചുപോയി. ദിവസങ്ങളിൽ ദൈവജനത്തിനെതിരെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്ന ദേശത്തിന്റെ പോരുകളുണ്ട്, ശക്തികളുണ്ട്. നമുക്ക് പോരാട്ടമുള്ള ജനരക്തമുള്ള വ്യക്തികളോടല്ല, എന്നാൽ വ്യാപരിക്കുന്ന ദേശത്തിന്റെ പോരുകൾ ശക്തികളുണ്ട്. നമ്മെ ഇല്ലാതാക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന മുൻപടിയായി പുറകിലുമായി ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപടിയായിരിക്കും, ഞാൻ നിനക്ക് പിൻപടിയായിരിക്കും. ദൈവം മധ്യഭാഗത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ മുമ്പോട്ട് നയിക്കാൻ വേണ്ടി ശത്രു ഇല്ലാതാക്കിയ ദിവസങ്ങളിൽ ദൈവാത്മ പറയുക, സംരക്ഷണ രീതിയിൽ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും മീതെ നടന്നെങ്കിൽ ദിവസങ്ങളിൽ നമുക്ക് മുമ്പേ ദൂതനെ ദൈവം അയക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മുമ്പേ പോകുവാൻ കർത്താവ് വഴിയൊരുക്കാനായി സ്തോത്രം ചെയ്യാം. എത്ര പേർ ആത്മാവിൽ വിശ്വസിക്കുന്നു? എന്റെ പ്രതിസന്ധികളിൽ എന്റെ ആ മധ്യത്തിൽ ഇറങ്ങി വരുന്നവനാ. നട്ടം ചുറ്റിയ വിഷയങ്ങളിന്മേൽ ഒരു രക്ഷയുമില്ലെന്ന് വിചാരിച്ച വിഷയത്തിന്മേൽ, താണുപോകുമെന്ന വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് നമുക്ക് ഉയർച്ച തന്ന, താഴ്ചയിൽ നമ്മെ കടാക്ഷിച്ച് നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മെ താഴ്ത്തുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഭാരങ്ങൾ, വിഷയങ്ങൾ എല്ലാം വന്നപ്പോൾ, ദൈവസന്നിധിയിൽ താഴ്ന്നപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നെന്ന് അവൻ നമ്മെ ഉയർത്തി. പിന്നീട് ശത്രു ബലം പ്രാപിപ്പാൻ ഇടയാക്കിയതുമില്ലാത്തതുപോലെ പ്രബലപ്പെട്ട് നിൽക്കുന്ന പോരുകൾ, ശക്തികൾ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അത് ബലം ഹീനമായി തീരുവാൻ ദൈവം ഇടയാക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അവന്റെ കുടുംബം, രാജ്യം പ്രബലപ്പെടുവാൻ ഇടയാക്കി വന്നു. ദൈവത്തിൽ ആശ്രയിച്ചാൽ പ്രയോജനമുണ്ടോ? വെറുതെയാണോ അവർത്തിന് പ്രശ്നത്തിൽ ദൈവരോട് പറഞ്ഞത്? അല്ല, നമ്മളോട് അതേ ആത്മാവെന്ന് പകൽ സമയം സംസാരിക്കുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ, ചില പ്രശ്നങ്ങളൊക്കെ ദൈവത്താൽ സംഭവിക്കുന്നതാണ്. നമുക്ക് ഹന്നായെക്കുറിച്ച് അറിയാം, നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വിഷയം കൂടി എടുത്ത് ഞാൻ ഈ വിഷയത്തിന് വേഗത്തിൽ സമാപ്തി കൊണ്ടുവരാം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വിഷയമാണ് ഹന്നായുടെ പ്രശ്നങ്ങൾ മുഴുവനും അവിടെ കുറവായിരുന്നില്ല.
അവിടെ വിഷയമായിരുന്നില്ല. അവളല്ലായിരുന്നു അവിടെ പ്രശ്നക്കാരെത്തി. അവൾക്ക് അവിടെ പ്രശ്നമില്ലായിരുന്നു. അവൾ മാന്യതയുള്ള ദൈവഭയമുള്ളൊരു സ്ത്രീയായിരുന്നു. എന്നാൽ ദൈവം തന്നെയാണ് അവൾക്ക് കഷ്ടത കൊടുത്തത്. കാരണം ശമൂവേൽ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 5-ാം വാക്യം, അവൻ ഹന്നായെ സ്നേഹിക്കൊണ്ട് 8 ഓഹരി കൊടുക്കും, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഹന്നായുടെ കരച്ചിലിന്റെ കാര്യം ദൈവം തന്നെയാണ് അവളുടെ ഗർഭം അടച്ചിരുന്നത്. അവിടെ കണ്ണുനീരിന്റെ വിഷയം അതായിരുന്നു, തലമുറയില്ലാത്ത വിഷയമായിരുന്നു. അത് ദൈവം തന്നെ ചെയ്ത, ദൈവത്താൽ സംഭവിച്ചതാ. ഹന്നയുടെ കുഴപ്പമായിരുന്നില്ല. സാധാരണ മറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ കുട്ടികളില്ലാത്തവരില്ല, ഉണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിന്റെ ആവശ്യകതയായി ദൈവം നോക്കിയപ്പോൾ ഹന്നായുടെ ഗർഭം അടയ്ക്കേണ്ടത്, അവൾ തകരേണ്ടത്, അവൾ പ്രശ്നത്തിലാകേണ്ടത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചില വിഷയങ്ങളുമേൽ ദൈവം തന്നെയാണ് നമുക്ക് ചില പ്രതിസന്ധികൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നത്, മറ്റൊന്നിനു വേണ്ടിയല്ല. ദൈവത്തിന് ചില നേർച്ചകൾ അതിൽ നിന്ന് നേടാനുണ്ട്, ചില സമർപ്പണങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഇവിടെ നമ്മൾ തുറന്ന് കാണുവാൻ സാധിക്കുന്നത്, പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, പക്ഷെ ദൈവത്തിന് വേണ്ടായിരുന്നു. എൽക്കാനയുടെ ഭാര്യമാരായിരുന്നു ഹന്നായും പെനീനായും. ഈ പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിന് അതിൽ നിന്നൊരു പ്രവാചകനെ വേണ്ടായിരുന്നു. എന്നാൽ ഹന്നായുടെ ഒരു തലമുറയിൽ നിന്ന് ദൈവത്തിന് ഇസ്രായേലിന് ഒരു പ്രവാചകൻ വേണമെന്നുള്ളത് ദൈവത്തിന്റെ ആവശ്യകതയായതുകൊണ്ടാണ് ദൈവം അവളുടെ ഗർഭത്തെ അടച്ചത്. ദൈവത്തിന് വേണ്ടി നാം എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കത്തില്ല. കൊടുക്കത്തില്ല. ഹന്നായിക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ ഹന്നായി അവരെയും കൊണ്ട് പോയാണ്. പക്ഷെ എന്നാൽ അവളുടെ ഗർഭം അടച്ച് അവളുടെ ആവശ്യം നിന്ദിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ, പരിഹസിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ, അവൾ പറഞ്ഞു, എൻ്റെ ഗർഭപാത്രം തുറന്ന് എനിക്കൊരു പുരുഷപ്രജയെ തന്നാൽ അത് ദൈവത്തിനുള്ളതായിരിക്കുമെന്ന് അവൾ നേർച്ച നേർന്നു. ഇത് അവളുടെ വായിൽ നിന്ന് വരുന്നവരെയാണ് ദൈവം അവളെ പ്രതിസന്ധിയിലാക്കിയത്. ചില വാക്കുകൾ, ചില തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ് ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. ചില തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ വാവുണ്ട്, വാവിട്ട് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക അല്ലേ? അതല്ലേ ഇവിടെ സംഭവിച്ചത്. എൽക്കാന നല്ല ആളാ, നല്ല മനുഷ്യനാ. അവര് 2 ഭാര്യമാരാണ്, പെനീനയും ഹന്നായും. ഹന്നായുടെ ജീവിതത്തിൽ ദൈവവേഗത്തിൽ അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല. അവളൊരു നേർച്ച നേരണമായിരുന്നു, എനിക്ക് വേണ്ടിയുള്ളതല്ല ഈ സന്തതി. ജനിച്ചു കഴിഞ്ഞാൽ, എന്നെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ അവനെ ദൈവത്തിന് കൊടുക്കുമെന്ന് അവൾ എന്ത് ചെയ്തു? തീരുമാനമെടുത്തു. ഇന്ന് പകൽ സമയം അറിയാവുന്നതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വന്ന പ്രതിസന്ധി, എൽക്കാനയുടെ കുടുംബത്തിലുണ്ടായ പ്രതിസന്ധി, ഹന്നായുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി, അവിടെ പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഏലിക്ക് മക്കളുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന പലർക്കും മക്കളുണ്ടായിരുന്നു. ഇസ്രായേലിൽ തലമുറയില്ലാത്തവരായിരുന്നില്ല, നിരവധി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, നിരവധി ആൺമക്കളുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന് കരങ്ങളെടുക്കാൻ പറ്റിയ ഒരു പ്രവാചകനെ അവിടെ ദൈവം കണ്ടില്ല. ആ കാലത്ത് ദർശനം മങ്ങിയ സമയത്ത്, എല്ലാം ഇരുളടയ്ക്കുന്ന സമയത്ത് ദൈവം നോക്കിയത് കരച്ചിലൂടെ ചോദിച്ചു വാങ്ങുന്ന ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമായിരുന്നു. ദിവസങ്ങളിൽ ദൈവത്തിന് ചോദിച്ചു വാങ്ങുന്നതെല്ലാം ദൈവത്തിനുള്ളതാ കേട്ടോ. ഞാനും നിങ്ങളും ചോദിച്ചു വാങ്ങിയതെല്ലാം ദൈവത്തിനുള്ളതാ. ഇന്ന് പകസം ഏൽപ്പിച്ചു കൊടുക്ക്. ചോദിച്ചു വാങ്ങിയത് പലതും ചോദിച്ചു വാങ്ങിയതില്ലേ? ഇന്ന് പകസം അതെല്ലാം ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. കുടുംബജീവിതം, ഭാര്യ, ഭർത്താവ്, അത് വിടുതൽ, ഇതെല്ലാം ചോദിച്ചു വാങ്ങിയതാ. ദിവസങ്ങളിൽ ചോദിച്ചു വാങ്ങിയതൊന്നും നിന്റേതല്ല, ദൈവത്തിന് സമർപ്പിക്കാനുള്ളതാ. ഈ ദിവസങ്ങളിൽ അതികഠിനമായ വേദനയിലൂടെ, ഭാരത്തിലൂടെ ചോദിച്ചു വാങ്ങി വിടുതൽ പ്രാപിച്ച ജീവിതം കൊണ്ട് ദൈവാത്മാ പറയുക, ഇനിയുള്ള ജീവിതം നിന്റെയും എന്റേതുമല്ല, ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ തന്നെയാണ് സമർപ്പിക്കേണ്ടത്. അത് വരുന്നവരെയും നമ്മെ ദൈവം എന്ത് ചെയ്യും? വട്ടം കറക്കും. വായിരുന്ന വാക്ക് വരുന്നവരെ. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഹന്നായുടെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നിട്ട് ഹന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പറഞ്ഞ്
ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. ഹന ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? ഇങ്ങനെ പ്രാർത്ഥിച്ചത്, അതിന്റെ 2-5 വാക്യം, സമ്പന്നരായ ആകാശനായി കോലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു, മച്ചി 7 പ്രസവിക്കുന്നു. നമ്മൾ ആത്മാവിൽ വിളിച്ചു പറയാം, മച്ചി 7 പ്രസവിക്കുന്നു. ഇവിടെ ആത്മാവിൽ അന്യഭാഷയിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആത്മാവിൽ അവൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പറയാണ് മച്ചി 7 പ്രസവിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത, ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകത്തില്ല എന്ന് വിചാരിച്ച വിഷയത്തിന്മേൽ അതെ പ്രശ്നങ്ങളുടെ മധ്യത്തിലായപ്പോൾ ഇവള് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് കരയാൻ തുടങ്ങി. അത് നിലവിളിയായി മാറി, കരച്ചിലായി മാറി. അത് വാക്കുകൾ വരാതെ അധരങ്ങൾ വിറയ്ക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. നോക്കിയെന്നവർക്ക് വിചാരിച്ചു മദ്യപിച്ചിട്ടാണ്, വീഞ്ഞുകൊണ്ടാണ് വിചാരിച്ചു. ഏലിപ്പുരുവിന് അതാ മനസ്സിലായത്. പക്ഷേ ഹൃദയം തകരുമ്പോൾ വാക്കുകൾ വെളിയിൽ വരത്തില്ല, വാക്കുകൾ വെളിയിൽ സംസാരിക്കാൻ കഴിയത്തില്ല. അത് അധരങ്ങൾ വിറയ്ക്കുവാൻ തുടങ്ങും. അത്രമാത്രം അവിടെ അകത്ത് ദൈവഭയവും ദൈവഭീതിയും വിഷമങ്ങളെല്ലാം കൂടെ കൂടി ഒരൊറ്റ വാക്ക് പോലും സംസാരിക്കാതെ അവൾ ചലിപ്പിക്കാൻ തുടങ്ങി. അവിടെ ആദരം ചലിക്കാൻ തുടങ്ങി. ദൈവം അവിടെ ഇറങ്ങി വന്ന് അവൾക്ക് വേണ്ടി, ദൈവം അവിടെ മധ്യ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവളുടെ കാര്യങ്ങളെ ഏറ്റെടുത്തു. അവൾക്കത് മനസ്സിലായി, ഈ പ്രാർത്ഥന പണ്ട് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അല്ല, ഞാൻ പലപ്പോഴും നിലവിളിച്ചതുപോലെ അല്ല. അതെ, അധരങ്ങൾ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയാത്ത വിധത്തിൽ അധരങ്ങൾ കൊണ്ട് വിറയ്ക്കുന്നൊരു അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വിചാരിച്ചുകൊള്ളുക, ആ പ്രാർത്ഥന സ്വർഗം കേട്ടിട്ടുണ്ട്. ഇതുവരെ നീ സംസാരിച്ചത് നാവെടുത്താ സംസാരിച്ചത്, വാക്കുകൊണ്ടാ സംസാരിച്ചത്. എന്നാൽ ഹൃദയം കൊണ്ട് സംസാരിച്ചത് ഉച്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് അധരങ്ങൾ വിറയ്ക്കത്തക്ക രീതിയിലായപ്പോൾ ഹൃദയം സംസാരിച്ചത്, ഹൃദയം തകർന്നത് ദൈവം കണ്ടു. ദൈവം സമീപസ്ഥനായി വന്ന് പറഞ്ഞു, അതെ ഹന്ന, നിന്റെ ജീവിതത്തിന്റെ മറുപടിയായി ഞാൻ ഇതിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്. അതേ ദിവസങ്ങളിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് പറയണം, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷ അറിയുന്ന ഒരുവൻ എൻ്റെ വിഷയത്തിന് മധ്യേ ഇറങ്ങി വരും. എന്നിട്ട് ആത്മാവിൽ പ്രവചിച്ച വചനം അതുപോലെ തന്നെ നിവൃത്തിയായി. മച്ചി 7 പ്രസവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ 6 പ്രസവിച്ചുള്ളൂ. പക്ഷേ അവൾ പ്രവചിച്ച പോലെ അത് 7 ആയിരുന്നു. അതിന്റെ 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ 23 വാക്യം വായിക്കുമ്പോൾ അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നദ്ധിയിൽ വളർന്നു വന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മച്ചി 7 പ്രസവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എണ്ണി നോക്കിയപ്പോൾ 6 പ്രസവമേ നടന്നുള്ളൂ. അല്ലേ? എങ്ങനെയല്ലേ? ഒന്ന് ആദ്യമായി കടിഞ്ഞൂലായി പ്രസവിച്ചത് ശമൂവേൽ, പിന്നീട് 3 പുത്രന്മാർ 4, 2 പുത്രിമാർ 6 പേർ. ഇവൾ പ്രവചിച്ച പ്രവചനം എങ്ങനെയാ ശരിയാകുന്നത്? യോബിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാ ഇവിടെ. യോബിനെല്ലാം ഇരട്ടിയായി കൊടുത്തപ്പോൾ മക്കളെ 7ഉം 3 കൊടുത്തുള്ളൂ, കാരണം ബാക്കിയുള്ള സ്വർഗത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഹന്ന ആദ്യം പ്രസവിച്ചത്, അവൾ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അത് യഹോവയ്ക്ക് വേണ്ടിയാണ് അവൾ പ്രസവിച്ചത്. കാരണം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതെ, അവളുടെ 1ാമത്തെ പ്രസവം, അവളുടെ കടിഞ്ഞൂൽ പ്രസവം, അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനപ്പെടുത്തി പ്രസവിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ പ്രസവിച്ച ശമൂവേൽ അത് എനിക്ക് വേണ്ടി പ്രസവിച്ചത്, അതുപോലെ അവൻ ഭൂമിയിൽ നിന്റെ ഒരു സന്തതിയുമായിരിക്കും. ദൈവത്തിന് വേണ്ടി കൂടി ഹന്ന പ്രസവിച്ച് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഹന്ന പറഞ്ഞത് 7 പ്രാവശ്യം മച്ചി പ്രസവിക്കുന്നെന്ന്. അതിന്റെ അർത്ഥം ഈ 6 തലമുറകളെ കാണാൻ പറ്റും. പക്ഷേ 7ാമത്തെ ഒരു പ്രസവമായി ദൈവം കണക്കാക്കിയത് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ശമൂവേൽ ആണ്. അവൻ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ദൈവത്തിന് വേണ്ടി നീ കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞു പോകത്തില്ല. ദൈവം അതവിടെ കണക്ക് കൂട്ടി വെക്കും. ദൈവത്തിന് മാറ്റമില്ല. ഞാൻ ഈ വിഷയം പലപ്പോഴും വായിക്കുമ്പോൾ മച്ചി 7 പ്രസവിക്കുന്നല്ലോ, എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 പ്രസവമേ ഹന്ന പ്രസവിച്ചുള്ളല്ലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു,
യോബിന്റെ ഭവനത്തിലേക്കൊന്ന് പോയാൽ മതി. അവിടെ അവനെല്ലാം ഇരട്ടിയായി കൊടുത്തപ്പോൾ മരിച്ചുപോയ ആ മക്കളെ 10 മക്കളും 7 3 10 മക്കളും ദൈവത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്തുള്ളൂ. ഇതുപോലെ ഇവിടെ ശമൂവേൽ മരിച്ചു പോയിട്ടില്ല. അവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ അവനെ പ്രസവിച്ചത് ദൈവം കണക്കാക്കി. അത് ദൈവത്തിന് വേണ്ടി ആണ്. ആദ്യത്തെ പ്രസവം അത് ദൈവത്തിന് വേണ്ടി അവൾ കൊടുത്തു. അത് ദൈവം അതിനെ 2ആയി കണക്കാക്കി. അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ പറഞ്ഞത് മച്ചി 6 പ്രസവിക്കുന്നല്ല പറഞ്ഞത്. മച്ചി എത്ര പ്രസവിക്കുന്നത്? 7 പ്രസവിക്കുന്നു. ആ 7 പ്രസവിക്കുന്നതിനെ പറയുമ്പോൾ 6 പ്രസവമേ നടത്തിയിട്ടുണ്ടെങ്കിലും 7ാമതായി ദൈവം കണക്കൂട്ടിയത് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചത്. കരമുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചില പ്രതിസന്ധികളെ, ചില വിഷയങ്ങളെ ദൈവാത്മാവ് ദിവസങ്ങളിൽ അത് നീതിയായി കണക്കിട്ട് ദൈവം കണക്കിടുകയാണ്. നിന്റെ പ്രതിസന്ധിയും നിന്റെ ഭാരവും വേദനയും എല്ലാം കൊണ്ടുകൊണ്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം പറയും, നീ താഴ്ച പ്രാപിക്കുകയില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഹന്ന, നീ താഴ്ന്നു പോകുവാൻ സമ്മതിക്കയില്ല. നീ ഒരു കുഞ്ഞിന് വേണ്ടിയാ ചോദിച്ചെങ്കിൽ ദൈവം പറഞ്ഞു, നീ 7 പ്രസവിക്കും, 7 പ്രസവിക്കും, 6 പ്രസവമായിരിക്കും. പക്ഷേ നീ ആദ്യം പ്രസവിച്ചതിന് എനിക്ക് തന്നതുകൊണ്ട് അതൊരു പ്രസവമായി എനിക്ക് വേണ്ടി പ്രസവിച്ചതിനെ കണക്കാക്കി അതിന് 7ആയി കണക്കാക്കി നീ ഉയർച്ച തന്നെ പ്രാപിക്കും. അവിടെ കൊമ്പ് തല ഉയർത്തുവാൻ ഇടയായതുപോലെ ഇന്ന് പകർച്ചയും മറ്റു പല ദൂതുകളും പറയാനുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ദൂതിനെ വിടാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, മച്ചി 7 പ്രസവിക്കുമെന്ന് അവൾ ആത്മാവിൽ പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിച്ചു. ഇവിടെ പ്രതിസന്ധിയിലും ദൈവം വരുത്തിയ പ്രതിസന്ധിയാണ് നമുക്കുണ്ടായത്. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയങ്ങളിൽ പ്രതിസന്ധി ഇട്ടുകൊണ്ട് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വേദനിക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുമ്പിലും പുറകിലും പോകാത്ത വിധത്തിൽ ദൈവം സകലത്തെ അടച്ച ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവസേനയിൽ എടുക്കാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വന്ന പ്രതിസന്ധികൾ മാറിയപ്പോൾ അത് വർധനമായി തീർന്നതുപോലെ, ഉയർച്ചയായി മാറിയതുപോലെ താഴ്ചയെ ഉയർത്തിയ ദൈവം ഇന്ന് പകൽ സമയവും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഹന്നായിക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവളുടെ കണ്ണുനീർ കണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവളെ 7 പ്രസവിക്കുമാറാക്കുന്ന ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നമ്മൾ വ്യാപരിക്കാൻ പോകുക. നിന്റെ ഇല്ലായ്മകൾ മാറാൻ പോകുക. അതേ ഭാരങ്ങൾ നീങ്ങാൻ പോകുക. അതേ ദിവസങ്ങളിൽ നീ ചോദിക്കുന്നത് ഒന്ന് മാത്രമാണെങ്കിൽ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ ആത്യന്തം പരമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദിവസങ്ങളിൽ നമ്മുടെ തലകളെ ഉയർത്തും. അവൻ ദിവസങ്ങളിൽ വാഗ്ദത്തങ്ങൾ നിറവേറ്റും. നീ താഴ്ച പ്രാപിക്കുകയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. പകർച്ചവേ കണ്ണുകൾ അടയ്ക്കാൻ പറ്റും, ദൈവസ്ഥനെ ഏൽപ്പിക്കാൻ പറ്റും. ദൈവജനമേ, ദിവസങ്ങളിൽ ഏതെല്ലാം വിധത്തിലുള്ള ശത്രു നമുക്ക് വേണ്ടി പടയുയർത്തിയാലും ദൈവസ്ഥനിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ളത് ദൈവഹിതമായിരുന്നു. അവൻ തന്നെത്താൻ താഴ്ത്തി അവനെ അത്രമാത്രം ഉയർത്തി സകല നാമത്തിലും മേലായ യേശുവിന്റെ നാമമായി മാറ്റിയതുപോലെ അവനിൽ ആശ്രയിച്ച് അവന്റെ കാൽപാദങ്ങളിൽ താണിരിക്കുന്നവരെ ദൈവം ഉയർത്തുവാൻ പോകുക. അതേ, ദൈവത്തിന്റെ കാഹളം ഊതുമ്പോൾ ദിവസങ്ങളിൽ താഴ്ത്തപ്പെട്ടവർ ഉയർത്തപ്പെടാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? നാം തന്നെത്താൻ താഴ്ത്തത് പല അപവാദങ്ങളും പല വിഷയങ്ങളും ദൈവമക്കൾക്കെതിരെ വന്നപ്പോൾ അതിനെ ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ അഭിമുഖീകരിക്കണം വന്നപ്പോൾ പട നമുക്ക് മുമ്പിലും പുറകിലും ഒരുപോലെ വന്നപ്പോൾ പ്രതിസന്ധിയുള്ള മധ്യത്തിൽ നട്ടം തിരിഞ്ഞു പോയപ്പോൾ അവിടെ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഇന്ന് ഈ പകൽ സമയ ഉപവാസ പ്രാർത്ഥന വ്യാപരിക്കുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, ദൈവത്തിന്റെ നമ്മെ ഉയർത്തിയാൽ ദൈവം പറയും, നീ എന്റെ വചനങ്ങളെ അനുസരിച്ച് കഥ പറഞ്ഞ വചനത്തെ അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ വഴിയിലൂടെ നടന്നാൽ പട നിനക്കെതിരെ ഉയരും, വിഷയങ്ങൾ ഉണ്ടാകാം. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് എന്റെ ബലമുള്ള കൈക്കീഴി താണിപ്പിന്ന് പറയിക്കുന്ന ദൈവത്തിന് 5 വിധ ശുശ്രൂഷകൾക്ക് കൈക്കീഴി താണിരുന്നുകൊണ്ട് ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിനിൽ ഒരുക്കപ്പെടുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കഥ പറഞ്ഞതുപോലെ ഇതിനെല്ലാവർക്കും പറയാൻ കഴിയുമോ? ഞാൻ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. എന്റെ കർത്താവ് വരുമ്പോൾ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, രൂപാന്തരപ്പെടുത്തും. എല്ലാവരും പറഞ്ഞാട്ടെ, ഇന്ന് നമ്മൾ താണിരിക്കുന്നവരാ. നമുക്ക് മീതെ ഒരുപാട് പേർ ഓടുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്.
അപവാദം പറയുന്നുണ്ട്, വിഷയങ്ങൾ പറയുന്നുണ്ട്. പേടിച്ചു പോകണ്ട. കർത്താവ് പറഞ്ഞു, ഇവരൊക്കെ പടയൊരുക്കിക്കോട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, പക്ഷേ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ആ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തി ഉയർത്തുവാൻ വേണ്ടി യേശു കർത്താവ് വരുന്നത് കൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണ്ടിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ നീ പ്രാപിക്കും. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി, ആരാധകരുടെ മധ്യത്തിൽ മാത്രമല്ല, നമ്മുടെ പ്രശ്നസങ്കീർണമായ വിഷയങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജയം നൽകുന്ന ദൈവത്തിന് ഘോഷം ചെയ്യാം. അതാ പറയുന്നത്, ജയമാണ്, നാം ജയാളികളാണ്. ദൈവസഭകൾ ജയാളികളാണ്, പരാജയപ്പെടാനുള്ളവരല്ല. ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കരമയത്തിൽ പറഞ്ഞാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങൾ പരാജയപ്പെടാതെ, താഴ്ച വരാതെ ദൈവ ഞങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജയം നൽകാൻ വേണ്ടി യുദ്ധവനായിരിക്കുന്ന യേശു ഇറങ്ങി വരുന്നത് കൊണ്ട്, ഞങ്ങളുടെ ആരാധന ഇറങ്ങി വരുന്നത് കൊണ്ട്, ഞങ്ങൾ അവനെ ആരാധിക്കുമ്പോൾ അവൻ ഞങ്ങളെ ഉയർത്തുവാൻ വേണ്ടി വേഗത്തിൽ അവൻ കാകളമൂതി വരും. ആ ശ്രേഷ്ഠ മഹാപുരവൻ കാകളമൂതി വരുമ്പോൾ ഈ ശരീരം, ഈ താഴ്ചയുള്ള ശരീരം രൂപാന്തരപ്പെട്ട് സകല ശക്തികളെയും ഇവിടെ പരാജയപ്പെടുത്തി ഉയരത്തിലേക്ക് എടുക്കപ്പെടും. നമുക്കെതിരെ നിൽക്കുന്ന ലോകവും ജഡവും സാഖാനുമെല്ലാം പരാജയപ്പെട്ട് ഉയരത്തിലേക്ക് പോകുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന വലിയ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്റെ കുടുംബം തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല, തളവില്ലാതായി പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.